ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഇബ്നു ഇസ്ഹാഖ, ഇബ്നു ഇസ്ഹാഖ് എന്നവർ പറയാണ്, ലമ്മാ കാനൽ യൗമുസ്സാബിഉ, മുത്തുനബി ജനിച്ച് 7-ാം നാളായപ്പോൾ ദബഹാൻഹു ജദ്ദുഹു, അവിടുത്തെ വല്ലിപ്പ മുത്തുനബിയെ തൊട്ട് ഒരു അറവ് നടത്തി. അബ്ദുൽ മുത്തലിബ് അഥവാ അബ്ദുൽ മുത്തലിബ് കാമബി അംരിഹി, മുത്തുനബിൻ്റെ എല്ലാ കാര്യവും അദ്ദേഹം നിർവഹിച്ചു. കമായജിബു, അത് എങ്ങനെയാണോ അതിൻ്റെ അർഹമായ ശരിയായ രൂപമെങ്കിൽ ആ വേണ്ട പോലെ നിർവഹിച്ചു. അപ്പോൾ ആ ഖുറൈശൻ, കുടുംബമാവുന്ന ഖുറൈശി കുടുംബത്തൊക്കെ വിളിച്ചു. വാത്താമഹും ഓൽക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു. അക്രമഹും വേണ്ടതുപോലെ ആദരവൊക്കെ കൊടുത്തു. ഫലമ്മ അക്കലു, അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലു, അവർ ചോദിച്ചു, യാ അബ്ദുൽ മുത്തലിബി, അബ്ദുൽ മുത്തലിബേ, മാസമയത്തബിനക്ക, മോൻക്കെന്താ പേരിട്ട്? കാല, അദ്ദേഹം പറഞ്ഞു, സമ്മയത്തുഹു, കുട്ടിക്ക് പേരിട്ടു മുഹമ്മദൻ, മുഹമ്മദ് എന്നാ പേരിട്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാലു, അപ്പോൾ അവർ ചോദിച്ചു, ഖദ് റഗ്ബതൻ അസ്മായി ആബായിക്ക, പിതാമഹന്മാരുടെ പേരിനെ വിട്ട് നീ ആഗ്രഹിച്ചോ? റഗ്ബിൻ്റെ ശേഷം അന്ന് വന്നാൽ പോയി കിട്ടാൻ പൂതിക്കണേനാണ്. റഗ്ബിൻ്റെ ശേഷം ഫീ വന്നാൽ കിട്ടാൻ പൂതിക്കണേനാണ്. റഗ്ബിത്തു ഫിൽ മായി എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടാൻ ആഗ്രഹിച്ചു. റഗ്ബിത്തു അനിൽ മായി എന്ന് പറഞ്ഞാൽ വെള്ളം വേണ്ടാന്ന് വെച്ചു എന്നർത്ഥം. അപ്പോൾ പിതാക്കളുടെ അസ്മായിനെ വിട്ട് ആഗ്രഹിച്ചോടോ നിങ്ങൾ ചോദിച്ചു. കാലപ്പോൾ അദ്ദേഹം പറഞ്ഞു, അറത്വായി യഹ്മദഹു മന്നൽ ഖബറ, ഞാൻ ഉദ്ദേശിച്ചു ഈ കുട്ടിയെ ഹംദ് ചെയ്യണമെന്ന്. മന്നൽ ഖബറ, ഭൂമുഖത്തിൻ്റെ മേലുള്ള സർവരും ഈ കുട്ടിയെ ഹംദ് ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഒരു കുട്ടി ഒരു മഹ്മൂദാവണം, ഒരു ഹംദ് ചെയ്യപ്പെടുന്ന മുഹമ്മദായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്തു. മുത്തനബിയുടെ ജീവിതകാലത്തും മുമ്പും ശേഷവുമുള്ള ശത്രുക്കളും മിത്രുക്കളും സർവരും രഹസ്യമായിട്ടോ അല്ല പരസ്യമായിട്ടോ എങ്ങനെയെങ്കിലും ആയിട്ട് നബിയെ ഹംദ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ ഹഖ്ഖുൻ നാസി ബിൽ ഹംദി, സമ്മൗ, അവർ പേരിട്ടു, നബിയൽ ഹുദ, ഹുദൻ്റെ പ്രവാചകന് പേരിട്ടു, മുഹമ്മദൻ, മുഹമ്മദ് എന്ന് പേരിട്ടു. മുഹമ്മദ് രണ്ടാം മഫൂല് ഖദ്ദും, നബിയ ഒന്നാം മഫൂല് മുഅഖറുവ. വഹുവ, ആ മുത്തുനബി, അഹഖുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും അർഹനാണ്, ബിൽ ഹംദി, ഹംദ് ചെയ്യപ്പെടൽ കൊണ്ട്. മജൂലവാനാക്കുള്ള വസ്ത്രം, ഹംദ് ചെയ്യൽ കൊണ്ടല്ല, ഹംദ് ചെയ്യപ്പെടൽ കൊണ്ട്. സല്ലാലൈഹി, ആ നബിയുടെ മേൽ അള്ളാഹു നബിയുടെ മേൽ സലാത്ത് വർഷിപ്പിക്കട്ടെ. മാ അഷ്റഖത്ത് ഷംസുൽ ലുഹാ, ലുഹാ നേരത്തുള്ള സൂര്യൻ പ്രകാശിക്കുന്ന കാലത്തോളം, ഫി ദാലിക സായിദി, ആ സായിദ് നക്ഷത്രത്തിൻ്റെ ചാരത്ത് നിന്നുകൊണ്ട്. സായിദ് നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രമുണ്ട്, ആ നേരത്ത് ഉദിക്കുന്ന. അത് എന്തിനും നല്ലൊരു ശുഭ സമയമായതുകൊണ്ടാണ് ആ സമയത്തുള്ള നക്ഷത്രത്തിന് സായിദ് നക്ഷത്രം എന്ന് പേരിടപ്പെട്ടാണ്. ഏതായാലും ആ സമയത്ത് അതിൻ്റെ ചാരത്ത് ഷംസുൽ ലുഹ ലംഘുന്ന കാലത്തോളം എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ വരെയും മുത്തുനബീൻ്റെ അള്ളാഹു സ്വലാത്ത് വർഷിപ്പിക്കട്ടെ ഇരിക്കട്ടെ. ഫലമ്മാക്കാന വഖ്തു ളുഹൂരി അസ്റാരിഹി, മുത്തുനബിയുടെ സിറുകളുടെ ളുഹൂറിൻ്റെ സമയമായപ്പോൾ, വെളിവാകേണ്ട സമയമായപ്പോൾ, വൈഷറാഖുൽ കൗനി ബി അൻവാരി, പ്രപഞ്ചത്തിൻ്റെ ലംഘണ്ട സമയവുമായപ്പോൾ, ബി അൻവാരി, നബിയുടെ നൂറുകളെ കൊണ്ട് പ്രപഞ്ചമാകെ ലംഘണ്ട സമയവുമായപ്പോൾ, ഫബൈനമാ ആമിനത്തു ഫി ബൈത്തിഹാ വഹീദ, ഫബൈനമാ ആമിനത്തു, ആമിന ബീവി ആകുന്നതിനിടയിൽ, വഹീദത്തും ഫി ബൈത്തിഹ, അവിടുത്തെ വീട്ടിൽ തനിച്ചവളാകുന്നതിനിടയിൽ, മുസ്തനിസും വറക്കാത്തിഹി, മുത്തനബിയുടെ വറക്കത്ത് കൊണ്ട് നേരം പോക്കായവളായിട്ടും, വഹിയ ഫരീദത്തുൻ, ആ സമയത്ത് മഹദി ഒറ്റക്കാണ്. വലം ദഷ്ഉർ, മഹദി ഒന്നും അറിഞ്ഞില്ല. ഇല്ല വഖ്ത് അഷ്റഖ ഫീ ബൈത്തിഹൻ നൂർ, മഹദിയുടെ ആ റൂമിൽ നൂർ ഇങ്ങോട്ട് പ്രകാശിച്ച സ്ഥിതിയിലല്ലാതെ മറ്റൊന്നും അറിഞ്ഞില്ല. കണ്ട് പെട്ടെന്ന് നോക്കുമ്പോണ്ട് നൂറ് കണ്ട് നിറഞ്ഞിന്, പെട്ടെന്ന് നൂറിൽ. അപ്പോഴാണ് ബോധോദയം വന്നത്, എന്താ ഈ നൂറ്. അമ്മൽ ഫർഹ് വ സുറൂർ, സന്തോഷവും കഠിനമായ സന്തോഷവും മഹദിയെ ഇങ്ങോട്ട് വ്യാപകമാക്കി. വഖബറത്തുൽ മലായികത്തു വൽ ഹൂർ, അല്ലാഹുവിൻ്റെ മാലാകമാരും സ്വർഗത്തിലെ ഹൂർലീങ്ങളാകുന്നതായിരുന്ന തരുണീമണികളും മുന്നിട്ട് വന്നിരിക്കുകയാണ്. ഫഹഫ ഹുജറത്തഹ അൻവാഉത്തുയൂർ, ചിലയിടയിൽ അൻവാ എന്നുണ്ട്, അൻവാഉ എന്നാക്കണത്. എല്ലാ ഇനം പക്ഷികളും അവിടുത്തെ, വിവിധ ഇനം പക്ഷികളൊക്കെ അവിടുത്തെ ആ കൊച്ചു റൂമിനെ ഇങ്ങോട്ട് വലയം ചെയ്തിരിക്കുകയാണ്. വഹിയ മഹദിയവറുകൾ തസ്ബഉ, ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ലിസ്തിഹാമിഹിം, ആ പക്ഷികളുടെയും മലക്കുകളുടെയും ഒക്കെ തിക്കും തിരക്കും, അതുപോലെ തന്നെ ഇഹ്തിഫാലിഹിം, അവരുടെ വട്ടം
ചുറ്റിക്കെട്ടിയിരിക്കലുമുള്ള വട്ടം ചുറ്റിക്കെട്ടിയിരിക്കലും അവരുടെ വലയം ചെയ്യലും ഒക്കെ ആര് കേൾക്കുന്നുണ്ട്? മഹദി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാ അവർ വലയം ചെയ്തതും തിക്കിത്തിരക്കണമെന്നൊക്കെ ഓബി കുതൂബിൽ ഹബീബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാ ധരിക്കുന്ന കുതൂബ് കാരണമായിട്ട് ഇവരൊക്കെ വലയം ചെയ്തിരിക്കുകയാണ്. അവരെല്ലാവരും തിക്കുതിരക്കും കൂടുന്നുണ്ട്. ഹംസ ഒരു മൂളക്കലായിട്ടാണ് കേൾക്കുന്നത്, കലവരയായിട്ടല്ല. കൈഫ എങ്ങനെയാണ് ഇവരൊക്കെ ഇങ്ങനെ ഹാജരാകാതിരിക്കും? എങ്ങനെ അവർ വലയം ചെയ്യാതിരിക്കും? എങ്ങനെ തിരക്കാതിരിക്കും? അപ്പോൾ സയ്യിദുൽ പ്രപഞ്ചത്തിൻ്റെ നേതാവ് ബിവൈത്തിഹ മഹദിയുടെ റൂമിലല്ലേ ഹംസ വൈകുന്നേരത്തിലായിരിക്കുന്നത്. ഇന്ന ബൈതൻ